അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ എന്നെ ലോകത്ത് എവിടെ എന്തുണ്ടായാലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനമായിട്ട് വലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ പിന്നെ എന്താണ് PM ശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് വലിയ ചർച്ചയായി വന്നിരുന്നത് എന്താണ്? അറബിക്കടലിൽ എറിയണമെന്ന് പറഞ്ഞ സാധനമാണ്. അതാണ് വലിയ ചർച്ചയായിട്ട് ഭയങ്കര ഇതായിട്ട് വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കുന്ന വകുപ്പായിട്ട് ബന്ധപ്പെട്ട കേസല്ല അത്. പക്ഷെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ആ വകുപ്പിലെ കാര്യം മാത്രം പറയാൻ പാടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കണം എന്താ കാര്യങ്ങൾ, അധികാരം വന്നതുകൊണ്ട് അത് അറബിക്കടലിലല്ല, അതിനപ്പുറത്ത് വേറെ ഒരു അഴുക്ക് കാലുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ടതാണ്. എനിക്കൊരഭിപ്രായ വ്യത്യാസമില്ല. ഞാനത് മാറ്റാനും പോകുന്ന ആളാണ്. അധികാരങ്ങളോ സൗകര്യങ്ങളോ വരുമ്പോൾ അഭിപ്രായങ്ങൾ സൗമ്യമാക്കുകയാണോ വേണ്ടത്? നിശബ്ദമാക്കുകയാണോ വേണ്ടത്? മീഡിയ മുറികളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമെന്നതുകൊണ്ട് ആ വിമർശനം ഏറ്റുവാങ്ങാനുള്ള ചലിപ്പ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോവുകയാണോ വേണ്ടത്? അത് രാഷ്ട്രീയമല്ല, അത് നിലപാടുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് മറ്റുള്ളവർ അംഗീകരിക്കുന്നത് വരെ ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള അവസരത്തിന്റെയും അവകാശത്തിന്റെയും കൂടി പേരാണ് സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത്. അറബിക്കടലല്ല, അതിനപ്പുറമുള്ള അഴുക്ക് ചാലുണ്ടെങ്കിൽ ആ അഴുക്ക് ചാലിലേക്ക് തന്നെയാണ് എറിയാൻ പോകുന്നത്. സഖാക്കളെ നിങ്ങൾക്ക് സായുജ്യമടയാം. നിങ്ങൾ എന്താ കരുതിയത്? ഇപ്പൊ ഈ പറയുന്ന സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് വരെ കേരളത്തിൽ വന്ദേമാതരം പാടും എന്നുള്ളതായിരുന്നു. സതീശൻ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നു. പിണറായി വിജയൻ അടക്കം വാർത്താ സമ്മേളനം നടത്തി പറയാണ്. ആലോചിക്കണം. എന്നിട്ടോ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോഴോ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ വ്യാഴാഴ്ച പത്രസമ്മേളനം നടത്തിയപ്പോ സതീശൻ പറഞ്ഞു, വന്ദേമാതരത്തെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, August 15 നിങ്ങൾക്ക് കാണാം. കേരളത്തിന്റെ കാര്യം എന്താണ്, കേരളത്തിൽ വന്ദേമാതരം ആലപിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് August 15 കാണാം എന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോ ഈ പറയുന്ന വ്യാജ പ്രചരണങ്ങൾക്ക്, സഖാക്കളുടെ വ്യാജ പ്രചരണങ്ങൾക്കുള്ള മറുപടി ഈ പ്രവൃത്തിയിലൂടെയാണ്. ഷാജി അറബിക്കടലിലെറിയും എന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ പ്രശ്നം. ഇപ്പൊ ഇന്നലെ ആരോ പറയുന്നത് കേട്ടോ, അറബിക്കടലിൽ വറ്റിപ്പോയി എന്ന്. അറബിക്കടലിൽ വറ്റിപ്പോയാൽ അതിനപ്പുറമുള്ള ഒരു അഴുക്ക് ചാലിലേക്ക് ഈ PM ശ്രീ എറിയും. അതാണ് നിലപാട്. ആ നിലപാട് ഷാജിക്ക് കസേര കിട്ടിയത് കൊണ്ട്, ഷാജി മന്ത്രി ആയതുകൊണ്ട് ആ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ആ നിലപാട് അയാൾ പറയും. അയാളുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം അയാൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ഷാജി അയാളുടെ നിലപാട് പറയും എന്നും മാത്രമല്ല, അത് അയാൾ ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അറബിക്കടലിലെറിയും, അറബിക്കടല് വറ്റിപ്പോയി, അറബിക്കടലിലെറിയും എന്നൊക്കെ പറയുന്ന സഖാക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അറബിക്കടലിൽ എറിയാനുള്ള സാധനം കേരളത്തിന്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ചത്, എടോ കൃമികീടങ്ങളെ, നിങ്ങളുടെ തമ്പ്രാൻ എന്ന് നിങ്ങൾ കരുതുന്ന പിണറായി വിജയനും അതുപോലെ പിണറായി വിജയന്റെ ഒരു ബോഡി ഗാർഡായിട്ടുണ്ടായിരുന്ന ഒരു തെരുവ് ഗുണ്ടയുണ്ടായിരുന്നു, ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു പക്ക തിരുവനന്തപുരത്തെ തെരുവ് ക്രിമിനൽ. ആ ക്രിമിനലും ഈ പിണറായി തമ്പ്രാനും ചേർന്നിട്ടാണ് ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ചത്. ഇനി അത് അവിടുന്ന് എടുത്ത് കളയേണ്ട ബാധ്യത അത് UDFന്റേതാണ്, UDF ഗവൺമെന്റിന്റേതാണ്, KM ഷാജി അടങ്ങുന്ന UDF ക്യാബിനറ്റിന്റേതാണ്, VD സതീശൻ ക്യാബിനറ്റിന്റേതാണ്. അത് കൃത്യമായും വ്യക്തമായും വളരെ കൃത്യമായി അത് അങ്ങനെ തന്നെ ചെയ്യുക തന്നെ ചെയ്യും. അതിലൊന്നും ആർക്കും തർക്കം വേണ്ട കേട്ടോ. ഇപ്പോഴും ഞാൻ പറയുന്നു, സർക്കാർ അധികാരത്തിൽ വന്നിട്ട്, ഷാജി അടങ്ങുന്ന ക്യാബിനറ്റ് അധികാരമേറ്റിട്ട്, ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലും ഒരു 3 മാസം പൂർത്തിയാക്കിയിട്ടില്ല. ഇവിടെ 3 മാസം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തില് പറയുന്ന ഗവൺമെന്റ്, ഷാജി അടങ്ങുന്ന ക്യാബിനറ്റ് ഈ നിമിഷം വരെ ഒരു സ്റ്റെപ്പ് പോയിട്ട് ഒരു എന്താ പറയണ്ടേ, ഒരു പൊടി അനക്കം
ഒരു അനക്കം പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ്. എവിടെയാണോ പിണറായി വിജയൻ കൊണ്ടുവന്ന് വെച്ചത്, പിണറായി വിജയൻ എങ്ങനെയാണോ കേരളത്തിന്റെ തലയിൽ വെച്ചിരിക്കുന്നത്, പിണറായി വിജയൻ എങ്ങനെയാണോ കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്, അതേ അവസ്ഥയിൽ ആ കെട്ട് ഒന്ന് ടൈറ്റ് ആക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ലൂസ് ആക്കുകയോ ചെയ്യാതെ അതേ രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 3 മാസമായിട്ടും, 3 മാസമായി നമുക്ക് പറയാം, ഈ 18-ാം തീയതി ആയ 3 മാസം പൂർത്തിയാകും. ഈ 3 മാസമായി എന്ന് നമ്മൾ പറയുമ്പോഴും ആ കെട്ടിൽ ഈ നിമിഷം വരെ UDF ഗവൺമെന്റ് അത് ലൂസാക്കാനോ ടൈറ്റാക്കാനോ ശ്രമിച്ചിട്ടില്ല. മറിച്ച് അതിനെ എങ്ങനെ എടുത്ത് കളയാം. കാരണം ഇതൊരു MOU ആണ്. ഇത് കേന്ദ്ര ഗവൺമെന്റുമായി ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ്. രാത്രിക്ക് രാത്രി റോൺ ബിട്ടാസ് ഈ കൈവറയിലും കാൽവറയിലും ഒക്കെയുള്ള ശിവൻകുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോയി ഒപ്പിട്ട ആ ഒപ്പിടല്, അതിനെ എങ്ങനെ പറിച്ചു മാറ്റാം എന്നുള്ളതാണ് UDF ഗവൺമെന്റ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് വെറുതെ അങ്ങനെ എടുത്തു കളയാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു ലീഗൽ പ്രൊസീജിയർ ഉണ്ട്. കാരണം അത് 2 ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു MOU ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ലീഗൽ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടല്ലാതെ അതിനെ എടുത്തു കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് PM ശ്രീ എന്ന് പറയുന്നത്. അത് ഞാൻ ആവർത്തിച്ചു പറയുന്നു, PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ആ തെളിവെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ ആളുകളും ഈ ഗവൺമെന്റിലുണ്ട് എന്നുള്ളത് തന്നെയാ. പലർക്കും അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ ഇന്നലെയും വന്ദേ മാതരം പാടാതിരുന്നപ്പോഴും ചില ആളുകളൊക്കെ പറഞ്ഞത് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടാണ്. അതെ, മുസ്ലിം ലീഗ് പറഞ്ഞിട്ട് തന്നെയാണ്. മുസ്ലിം ലീഗ് പറഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്യാതിരുന്നത്. മുസ്ലിം ലീഗ് പറഞ്ഞിട്ട് തന്നെയാണ്. ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഭരണഘടനയെ ആരാണോ അധികാരത്തിലിരിക്കുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഭരണഘടനയുടെ നിലനിൽപ്പ്. ആ ഭരണഘടനയെ മലീമസമാക്കാൻ ഭരണത്തിലിരിക്കുന്നവർക്ക് സാധിക്കുമെന്ന് ഭരണഘടന എഴുതിയുണ്ടാക്കിയവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആര്? BR അംബേദ്കർ എന്ന് പറയുന്ന മഹാമനുഷ്യൻ. അന്ന് ഭരണഘടന അംബേദ്കർ ഉണ്ടാക്കുമ്പോഴും അവിടെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു, കായിദേ മില്ലത്ത്. ഭരണഘടന നിർമ്മാണ സംഘത്തിൽ അല്ലെ കായിദേ മില്ലത്ത് ഭരണഘടന ഉണ്ടാക്കുമ്പോ ആ കായിദേ മില്ലത്ത് ഉണ്ടായിരുന്നു അംബേദ്കർക്കൊപ്പം. അന്ന് ആ ഭരണഘടന ഉണ്ടാക്കാൻ കായിദേ മില്ലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഗവൺമെന്റ് പോളിസികൾ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായങ്ങളുണ്ട്, മുസ്ലിം ലീഗിന്റെ നിലപാടുകളുണ്ട്. അത് മാനിച്ചുകൊണ്ട് തന്നെയാ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ ക്രിമികീടങ്ങളെ, സഖാക്കളെ, നിങ്ങൾക്കില്ലാത്തത്, സംഘപരിവാറിനില്ലാത്ത പാരമ്പര്യം മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളതാണ്. അവിടെ സഖാവിനും സംഘിക്കും അവകാശപ്പെടാൻ കഴിയാത്ത പാരമ്പര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ലീഗും തീരുമാനങ്ങൾ പറയും, ലീഗും നിലപാടുകൾ പറയും, ലീഗും അഭിപ്രായങ്ങൾ പറയും. അപ്പോ ഷാജിയെപ്പോലെ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് ഒരാൾ കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോ ഈ PM ശ്രീ ഷാജി പറഞ്ഞു, ഒരാവർത്തി കൂടി പറയുകയാ, അറബിക്കടലല്ല അതിനേക്കാളൊക്കെ അപ്പുറം ഒരഴുക്ക് ചാലുണ്ടെങ്കിൽ ആ അഴുക്ക് ചാലിലേക്ക് തന്നെ അതിനെ വലിച്ചെറിയുക തന്നെ ചെയ്യും. സഖാക്കളെ, നിങ്ങൾ ഓർക്കേണ്ടതും നിങ്ങൾ ചോറ് തിന്നുന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി എന്നാണ് കേരളത്തിന്റെ തലയിലേക്ക് വരുന്നത്? ആരാണ് ഇത് കേരളത്തിന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിയേൽപ്പിക്കുന്നത്? ആരാണ് രാത്രിക്ക് രാത്രി ഒരാളെയും അറിയിക്കാതെ, ഒരു ഈച്ചയെ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായി പോയി ചെന്ന് ഇതിൽ ഒപ്പിട്ടത്? എന്തേ ഇത്രമാത്രം രഹസ്യ സ്വഭാവം? ഇത്രമാത്രം രഹസ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, പിണറായി വിജയന്റെ ക്യാബിനറ്റ് പോലും അറിയാതെ, പാർട്ടി അറിയാതെ എന്നല്ല, പാർട്ടി അറിഞ്ഞില്ല, പാർട്ടിയേക്കാൾ അപ്പുറം പിണറായി വിജയന്റെ ക്യാബിനറ്റ് പോലും അറിയാതെ ഇത്രമാത്രം അതീവ രഹസ്യമായിട്ട് എന്തേ പിണറായി വിജയൻ ചെയ്തു ചെന്ന് ഒപ്പിട്ടത്?
കാരണം പിണറായി വിജയൻ അറിയായിരുന്നു ഞാനൊരു ചെറ്റത്തരം ചെയ്യാൻ പോവുകയാണെന്ന്. ആ ബോധ്യമാണ് പിണറായി വിജയന് ഈ ഒപ്പിട്ട വിഷയവും ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും കൈപിടിച്ച് കൊണ്ടുപോയതും എല്ലാം അതീവ രഹസ്യമാക്കി സൂക്ഷിക്കാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞാൽ താൻ ഒരു ചെറ്റത്തരം ചെയ്യാൻ പോവുകയാണ്, കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ ഞാൻ പിന്നിൽ നിന്ന് കൂത്താൻ പോവുകയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി, ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെയാണ് പിണറായി വിജയൻ രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് വെടിവെക്കാൻ പോകുന്ന രീതിയിൽ PM ശ്രീയിൽ ഒപ്പിടാൻ പോയത്. അപ്പോ ഈ PM ശ്രീ എന്ന് പറയുന്ന നിങ്ങളെന്ന് ഷാജി അറബിക്കടലിൽ വലിച്ചെറിയും എന്ന് പറയുന്ന ആ PM ശ്രീ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നത് സഖാക്കളെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റുകാരനാണ്. ആ ഒറ്റുകാരന് ആ പ്രവൃത്തി ചെയ്യുമ്പോഴും നല്ല ബോധ്യമുണ്ടായിരുന്നു താൻ ഒരു തെണ്ടിത്തരം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ബോധ്യമാണ് അയാളെ അത് അത്രയും അതീവ രഹസ്യമായി, അല്ലേ? പാർട്ടി അറിഞ്ഞില്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞില്ല, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അറിഞ്ഞില്ല, മുന്നണി അറിഞ്ഞില്ല, മുന്നണിയിലെ രണ്ടാമരായിട്ടുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോഴും അതൊരു സർക്കാർ പോളിസിയാണ്, ഇവരൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാലും, ഇനി അതാരും അറിഞ്ഞില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല എന്നങ്ങോട്ട് നമ്മൾ കരുതിയാലും, പിണറായി വിജയന്റെ അടിമകളായിട്ട് ക്യാബിനറ്റിൽ 20 എണ്ണം ഉണ്ടായിരുന്നു. ഒന്നിനും കൊള്ളാത്ത കോവർ കഴുതകള്. ആ കഴുതകളെയും അറിയിച്ചില്ല. ആ കഴുതകളെ അറിയിച്ചാൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എന്താ, ആ കഴുതകൾ വെറും സ്തുതിപാഠകരായിരുന്നു. ആ സ്തുതിപാഠകരെ പോലും അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നീട്ടുന്നത് വാരി വലിച്ച് നക്കുന്ന ആ കഴുതകളെ പോലും പിണറായി വിജയൻ അറിയിച്ചില്ലെങ്കിൽ അത് പിണറായി വിജയന്റെ ബോധ്യമായിരുന്നു. ഏതുപോലെ എന്നറിയോ? ഇപ്പോ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദമുണ്ട്. എന്താണ് ആ വിവാദം? മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കള്ളപ്പണം വെളുപ്പിച്ച ഒരു ഇടപാട്. ആ ഇടപാടിൽ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൈ കഴുകി. തനിക്കൊന്നും അറിയില്ല, തനിക്കൊരു മെയിലും വന്നിട്ടില്ല. എന്തേ കാരണം? പെടാൻ പോവുകയാണെന്നുള്ള ബോധ്യം. അതേ ബോധ്യമായിരുന്നു PM ശ്രീയിൽ ഒപ്പുവെക്കാൻ പോകുമ്പോഴും പിണറായി വിജയന്. താൻ ഒരു തെണ്ടിത്തരം ചെയ്യാൻ പോവുകയാണ്, ഒരു ചെറ്റത്തരം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ബോധ്യം. അപ്പൊ സഖാക്കള് മനസ്സിലാക്കേണ്ടത്, എറിയേണ്ടതിനെ എറിയും. ഇനി അറബിക്കടലിലെ വെള്ളം അങ്ങോട്ട് വറ്റിപ്പോയാൽ അതിനപ്പുറമുള്ള ഒരു അഴുക്ക് ചാലിലേക്ക് അതിനെ എടുത്തെറിയും. ഗ്യാരണ്ടിയാ. എന്താ ഗ്യാരണ്ടി? ഗ്യാരണ്ടി ഷാജിയാ. KM ഷാജി എന്ന് പറയുന്ന കേരളത്തിന്റെ ക്യാബിനറ്റിലെ അംഗമായ മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടി, അത് തന്നെയാണ് ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു ഗ്യാരണ്ടിയുടെ ആവശ്യമില്ലടോ.